Hello friends, welcome to the channel. Now, we will actually unbox the SBI SimplyClick card approve video. We already SBI cashback card Mumbai side SBI cashback card. I card offer SimplyClick card actually separate limit. Already approve video apply separate limit apply 2 lakh limit നമുക്ക് ക്യാഷ് ബാക്ക് കാർഡിനായിട്ടും ലിമിറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി അതിൻ്റെ നമ്മുടെ ഇൻകം ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. എന്ന് വെച്ചാൽ നോർമലി അല്ലെങ്കിൽ നമുക്ക് ഇത്രയ്ക്കും ലിമിറ്റ് കിട്ടില്ല. സാധാരണ അവർ നമുക്ക് ഓൾറെഡി ഒരു കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ ആയിരിക്കും നമുക്ക് സെക്കൻഡറി അടുത്ത കാർഡ് എടുക്കുമ്പോൾ മൾട്ടിപ്പിൾ കാർഡ്സ് എടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം പ്രൂഫ് അയച്ചു കൊടുത്താൽ മതിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കാർഡിൻ്റെ ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതൊക്കെ മാറ്റിയാണ്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് നോർമൽ അറിയാവുന്ന ഒരു കാർഡിൻ്റെ സ്റ്റൈലിന് എല്ലാ SBI വരുന്നതും ലൈറ്റ് കാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ SBIയുടെ ക്രെഡിറ്റ് കാർഡ് വരുന്നതും ഇതേപോലത്തെ സെയിം പാക്കേജിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണുന്നുണ്ടായിരിക്കും SBIയുടെ SimplyClick കാർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സീല് പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ആക്ച്വലി ഇത് ഡെലിവറി സർവീസ് ത്രൂ ആണ് വന്നത്. എനിക്ക് ആക്ച്വലി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് നെക്സ്റ്റ് ഡേ നമുക്ക് ആക്ച്വലി അടുത്ത ദിവസം ഹോളിഡേ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച നമുക്ക് മെസ്സേജ് വന്നു ഷിപ്പായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് കിട്ടി. അപ്പോൾ എത്ര പെട്ടെന്ന് കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓൾറെഡി SBI കാർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി SBIയുടെ എന്താ പറയുക ആപ്പിൽ കയറിയിട്ട് ഇതിൻ്റെ പിന്നും സംഭവങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ SBI കാർഡിലെ ആപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഒരു കാർഡിലുകൊണ്ട് മുകളിൽ വേറെ സെപ്പറേറ്റ് കാർഡ് ഓൾറെഡി നമുക്ക് അപ്രൂവ് ആയതിന് ഒരു മണിക്കൂർ ശേഷം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി പിന്നൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാണ്, ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി ഇത് ഇതെന്താ ഓപ്പൺ ചെയ്യാൻ വേണ്ടു. അപ്പോൾ ഞാനിത് സീല് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇവരുടെ സീല് പൊട്ടിക്കാൻ കുറച്ച് പാടാണ്. നോർമലി ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ ചിലവർ പറഞ്ഞു കേട്ടു നമുക്ക് പുതിയ SBI കാർഡ്, അതായത് 2023 വരുന്ന SBI കാർഡിൽ ഇതിൻ്റെ പാക്കേജ് കണ്ടൻസ് ഡിഫറെൻ്റ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇത് ടേപ്പ് മാത്രമല്ല, നമുക്ക് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്കതും നമ്മുടെ ഈ കവർ കേടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഉള്ളിൽ ഗമ്മും ഉണ്ട്. ഭയങ്കര കട്ടിയിൽ വെച്ചാൽ കേട്ടോ. ഇത് നിങ്ങൾക്കറിയായിരിക്കും ഈ സംഭവം എന്തെങ്കിലും എന്താ പറയുക കട്ട് ചെയ്തോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ടാവും, അറിയാം കണ്ടോ. ഇത് ചെക്ക് ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ ലോക്കൽ കൊറിയർ ത്രൂ ആണ് അവർ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ടാമ്പേഡോ അല്ലെങ്കിൽ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് അവർ ഡെലിവറി ചെയ്യണമെങ്കിൽ നമുക്കൊരു പിൻ കോഡ് വരും. പിൻ കോഡല്ല, OTP വരും. അത് ഷെയർ ചെയ്താൽ മാത്രമേ അവർക്ക് ഡെലിവേർഡ് സ്റ്റാറ്റസ് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇതിനാണ് വരുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ നോർമൽ നമ്മുടെ ഈ ഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ആമസോണിലൊക്കെ OTP വരുന്ന പരിപാടിയില്ലേ, അതേ പരിപാടി തന്നെയാണ്. ഓപ്പൺ ബോക്സിൽ ഇവരെന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ്. ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഏതാ കാര്യം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഇതിൽ ഭയങ്കര ഗമ്മ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേപ്പും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നല്ല വലിയ ഗമ്മ് വെച്ചിട്ടുണ്ട്. പൊള്ളിക്കാൻ നല്ല പാട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഫ്രോഡ് എന്ന് പറഞ്ഞ പോലെ ഒരു പാക്കറ്റ് ഇവിടെ നമുക്ക് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. ഇതൊരു നമ്മുടെ ഈ ഫ്രോഡ് തടയാനുള്ള സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞേക്കുന്നതാണ്. എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്യാഷ് ബാക്ക് കാർഡിൽ SimplyClick കാർഡിൽ നമുക്ക് ഇത് നിങ്ങൾക്ക് ആനുവൽ ചാർജും എന്താ പറയുക ജോയിനിങ് ചാർജും ഉണ്ട്. 490 പ്ലസ് GST ഉണ്ട്. പക്ഷേ നമുക്ക് ആക്ച്വലി വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ആമസോൺ വൗച്ചർ 500 രൂപയുടെ കിട്ടുന്നതാണ്. അത് നമുക്ക് എങ്ങനെ കിട്ടുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കിട്ടുക. അതായത് നമ്മൾ ജോയിനിങ് ഫീസ് പേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കിട്ടുക. നോർമലി 45 ഡേയ്സ് ഒക്കെ ആയിട്ടാണ് വെൽക്കം ബെനിഫിറ്റ് ക്രെഡിറ്റ് ആവുക. പിന്നെ നമുക്ക് മൈൽ സ്റ്റോൺ റിവാർഡായിട്ട് നമുക്കൊരു വൗച്ചർ ഉണ്ട് വർത്ത് ₹2000. അതായത് നമ്മൾ 1 lakh സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2000 വൗച്ചർ കിട്ടും. 2 lakh സ്പെൻഡ് ഒരേ 1 lakh സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2000 രൂപയുടെ വൗച്ചർ കിട്ടും കേട്ടോ. അത് മൈൽ സ്റ്റോൺ ബെനിഫിറ്റാണ് അവരുടെ. പിന്നെ ഷോപ്പിംഗ് റിവാർഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 10x റിവാർഡ് പോയിന്റ്സ് ഉണ്ട് ഓൺലൈൻ സ്പെൻഡിന്. അതിന് ഇവർ കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ട്. അതായത് എന്താ പറയുക നെറ്റ്മിറ്റ്സ് അങ്ങനത്തെ കുറേ പാർട്ട്നേഴ്സ് മുമ്പ് ആമസോൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആമസോൺ ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് 5x റിവാർഡ് പോയിന്റ്സ് ഉണ്ട് ഓൺലൈൻ സ്പെൻഡിന്. അതും ഡിപ്പെൻഡ്സ് അപ്പോൾ എന്താ കാറ്റഗറിയാണ്. പിന്നെ നോർമൽ ബാക്കി എല്ലാത്തിനും നമുക്ക് 1 റിവാർഡ് പോയിന്റ് പെർ 100 rupees-ആണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ക്യാഷ് അഡ്വാൻസ്, ബാലൻസ് ട്രാൻസ്ഫർ, ക്യാഷ്, ഫ്ലെക്സിപേ, ഫ്യൂൽ ട്രാൻസാക്ഷനും ഒന്നും റിവാർഡ് പോയിന്റ്സ് ഇല്ല കേട്ടോ. പിന്നെ ഫ്യൂൽ സർചാർജ് വൈവ് ഓഫ് ഉണ്ട്. 1% ഫ്യൂൽ സർചാർജ് വൈവ് ഓഫ് ഉണ്ട്. മാക്സിമം ഫ്യൂൽ സർചാർജ് വൈവ് ഓഫ് പെർ മന്ത് 100 രൂപയാണ് നമുക്ക് മാക്സിമം ഫ്യൂൽ സർചാർജ് വൈവ് ഓഫ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതും ട്രാൻസാക്ഷൻ 500-ന് എബോവ് ഉള്ളതിന് മാത്രമേ കിട്ടുള്ളൂ. അന്നിപ്പോൾ 200 രൂപ 300 രൂപയ്ക്ക് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സർചാർജ് തിരിച്ച് കിട്ടില്ല കേട്ടോ.
പിന്നെ ആനുവൽ ഫീ റിവേഴ്സൽ വരുന്നത് 1 lakh ആണ്. സ്പെൻഡ് 1 lakh ആൻഡ് ആനുവൽ ഫീ ഓഫ് യുവർ കാർഡ് ഫോർ സബ്സിക്വന്റ് ഇയർ വിൽ ബി റിവേഴ്സ്ഡ് ആണ്. അത് നിങ്ങൾക്ക് എന്താ പറയുക റിവേഴ്സ് ചെയ്ത് തിരിച്ചു കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇവരുടെ എക്സ്ക്ലൂസീവ് പാർട്ട്നേഴ്സ് വരുന്നത് Amazon.in, Apollo 24/7, ബുക്ക് മൈ ഷോ, ക്ലിയർ ട്രിപ്പ്, ഈസി ഡിന്നർ, ലെൻസ്കാർട്ട്, നെറ്റ്മെറ്റ്സ് ആണ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് 4A ജനറേഷൻ ഇതിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ നോർമലി നമ്മൾ കാർഡ് വെച്ചിട്ടുള്ള ഈ എന്താ പറയുക ടോപ്പ് വ്യൂ നമ്മൾ ചെയ്യാറില്ലാണ്. ഇപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ വേണ്ട വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി കുറേ കാർഡിൻ്റെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ തന്നെ നമ്മുടെ സിമ്പിൾ ക്ലിക്കറിൻ്റെ കാർഡ് കുറേ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇപ്പോഴും പഴയ മോഡൽ തന്നെയാണ് കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നമ്പറൊക്കെ ബാക്കിലേക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നോർമൽ പോലെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ തന്നെയാണ് നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ നമ്പറൊക്കെ കവേർഡായിട്ട് നമ്മുടെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേര് താഴെ കാണുന്നുണ്ടായിരിക്കും, ചെറുതായിട്ട് പേര്. ഞാൻ അതൊന്ന് NFC കാർഡ് തന്നെയാണ് കേട്ടോ. ഇതാ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ പേര് കാണുന്നുണ്ടായിരിക്കും, കണ്ടോ. അപ്പോൾ ഇത് നോർമൽ കാർഡ് തന്നെയാണ് കേട്ടോ. മുമ്പ് വരാറുള്ള കാർഡ് പോലെ തന്നെയാണ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എന്താ പറയുക ക്യാഷ് ബാക്ക് കാർഡ് പോലെ ആക്കിയത്. ക്യാഷ് ബാക്ക് കാർഡ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഇവരുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്പേഴ്സൊക്കെ ബാക്കിൽ വരിക. അപ്പോൾ അതേപോലെ ഇത് സാധാ പണ്ടത്തെ അതേ കാർഡ് തന്നെയാണ് കേട്ടോ. പച്ച കളർ, സെയിം ഡിസൈൻ, സെയിം സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിവിടെ വയ്ക്കാം. ഇതിൽ നമുക്ക് ലെറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്ററിൽ നോർമലി വരുന്ന എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേഷൻ ഡേറ്റ് നമ്മുടെ ക്യാഷ് ബാക്ക് കാർഡിൻ്റെ സെയിം ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ ശരിക്കും ആക്ച്വലി മാറ്റാം. പക്ഷേ നമ്മുടെ വൺ കാർഡിലും അതുപോലെ ICICI ബാങ്കിലൊക്കെ നമുക്ക് നമ്മുടെ ആപ്പിൽ തന്നെ മാറ്റാൻ പറ്റും. പക്ഷേ SBI ആപ്പിൽ സപ്പോർട്ട് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് ഈ ഫീച്ചർ എനേബിൾ ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ ശരിക്കും ആക്ച്വലി RBIയുടെ റൂൾ പ്രകാരം നമുക്ക് 6 മാസത്തിൽ ഒരിക്കൽ എന്താ പറയുക നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ജനറേഷൻ മാറ്റാനുള്ള ഇതുണ്ട് കസ്റ്റമറിന്. അത് ബാങ്ക് ഓഫ് ബറോഡ കോമഡിയാണ് ഫുള്ള് അവരുടെ കസ്റ്റമർ കെയർ. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പിന്നെ ജനറേഷൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ സംഭവമൊന്നുമില്ല. ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനുള്ളൂ പഴയ സെയിം കാർഡ് തന്നെ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യണം. നമ്മുടെ ഒരു റെഫറൽ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവ് ആകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എൻട്രി ലെവൽ കാർഡാണ്. ഞാൻ ആക്ച്വലി ഇവർക്ക് വേറൊരു എൻട്രി ലെവൽ കാർഡും ഉണ്ട്, അതായത് സിംപ്ലി സേവ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അത് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്താ വെച്ചാൽ അതിന് ഓഫേഴ്സും കാര്യങ്ങളും നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് കിട്ടുന്നില്ല. ഞാൻ 𝑚𝑒 ട്രിപ്പ് അങ്ങനത്തെ കുറേ സംഭവത്തിലൊന്നും നമ്മുടെ SBI കാർഡ് ഓഫർ എന്ന് വരുമല്ലോ, അതൊന്നും ആ കാർഡിൻ്റെ നമ്പർ അടിച്ചെടുത്താൽ അപ്ലിക്കബിൾ ആവില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. അത് പിന്നെ നോർമലി റുപേ കാർഡാണ് വരാറ്. ഇത് ആക്ച്വലി വിസ പ്ലാറ്റ്ഫോം മോഡൽ എന്താ പറയുക പേയ്മെൻറ്റ് മെത്തേഡിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓഫേഴ്സ് കൂടുതൽ ഇതിലാണ് വരിക. ഇതിൽ പക്ഷേ നമുക്ക് എന്താ പറയുക നോർമൽ വിസയുടെ വരുന്ന നമ്മുടെ എന്താ പറയുക കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ലോഞ്ചസസും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊന്നും ഇല്ല. നിങ്ങൾക്കറിയാം ഇത് ബേസിക് കാർഡാണ്, അവരുടെ എൻട്രി ലെവൽ കാർഡാണ്. അപ്പോൾ എൻട്രി ലെവൽ ഞാൻ ആക്ച്വലി SBIയുടെ കാർഡിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക ഒരു വാല്യൂ തരുന്ന ഒരു 2 കാർഡായിട്ട് എനിക്ക് തോന്നിക്കുന്നത് ആക്ച്വലി SBIയുടെ സിമ്പിൾ ക്ലിക്കും അതുപോലെ തന്നെ ക്യാഷ് ബാക്കാണ്. ക്യാഷ് ബാക്ക് കാർഡ് ഇപ്പോൾ കുറേയൊക്കെ റിവാർഡൊക്കെ കുറച്ചെന്നാലും കുഴപ്പമില്ല. 5000 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പണ്ട് 10,000 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ പകുതിയൊക്കെ എന്നാലും പിന്നെ അതിലുണ്ടായിരുന്ന നമ്മുടെ കോംപ്ലിമെൻ്ററി ലോഞ്ചസും എടുത്ത് കളഞ്ഞു. അങ്ങനെ കുറച്ച് സംഭവം എന്നാലും പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത ഒരു കാർഡ് തന്നെയാണ്. ഇപ്പോഴും അതിന് ജോയിൻ ഫീസ് ഇല്ല, ആനുവൽ ഫീസ് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും ആനുവൽ ഫീസ് ശരിക്കും അതൊരു 700 റേഞ്ചൊക്കെ ആയിട്ട് ആനുവൽ ഫീസ് വരികയാണെങ്കിൽ കുറച്ചുകൂടി വാല്യൂ തന്നേനെ ആ കാർഡ്. പിന്നെ ഇവരുടെ വേറെ കാർഡ് പിന്നെ അത്യാവശ്യം വരെ കൊള്ളാവുന്ന കാർഡ് എന്ന് പറയുന്നത് BPCLൻ്റെ കാർഡാണ്. BPCM ഒക്ടേൻ അല്ല, BPCL ട്ടാ. എന്താ വെച്ചാൽ ബാക്കിയെല്ലാം ഒരു അവരെ റിവാർഡ് പോയിന്റ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചാർജിന് വലിയ ഒരു ഇത് തരാത്ത, പ്രത്യേകിച്ച് SBI ആയിട്ടൊന്നും വലിയ ഒരു ആവറേജ് കാർഡെന്ന് പറയുള്ളൂ. അതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത് തീരെ വാല്യൂ ഫോർ കാർഡ് അല്ല ശരിയാതെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കാട്ടോ. ഞാൻ ലിങ്കും താഴെയൊക്കെ ലിങ്കും സംഭവങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ നമ്മളെല്ലാ കമൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.